വീട്ടിലെ നാട്ടിലുള്ളവരൊക്കെ എത്ര രൂപ സാലറി ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 500 ദിറംസ് കുറച്ചേ പറയാവുള്ളൂ. എന്നിട്ട് മാറ്റി വെക്കുന്ന ഫണ്ട് അടിച്ചു പൊട്ടിച്ച് കളയാണ്ട് വല്ല ചിട്ടിയിലോ KSF-ലൊക്കെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഉപകരിക്കും. പ്രവാസി KSF ചിട്ടികളൊക്കെ ഈ മൊബൈൽ ത്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊരു എളുപ്പമാണെന്നറിയോ? ആ ആപ്ലിക്കേഷൻ അങ്ങ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം വിരൽത്തുമ്പി തന്നെ കിട്ടും. നമ്മൾ നാട്ടിൽ പോകണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു 2-3 ലക്ഷം രൂപയുടെ ചിട്ടി സുഖമായിട്ട് ചേർന്നിടാൻ ആ ഒരു 500 ദിറംസ് ധാരാളം മതിയാവും. നാളെ ഒരു കാലത്ത് ഇവിടുന്ന് കെട്ടും പാണ്ടൊക്കെ മുറുക്കി നാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ തേരെ പാര നടക്കണ്ടെങ്കിൽ ഇപ്പൊ ഇതൊക്കെ ചെയ്തിടേണ്ടത് നിർബന്ധമാണ്. ഇന്ന് നമ്മുടെ കൂടെ കാണുന്ന ഫ്രണ്ട്സ് ഒന്നും നാളെ ആ കാലത്ത് നമ്മുടെ കൂടെ കാണണമെന്ന് ഒരു നിർബന്ധവും ഇല്ല മക്കളെ. ഈ പറയുന്ന പേരൻസ് ഒക്കെ തന്നെ നാളെ ഒരു കാലത്ത് നമ്മളോട് ചോദിക്കും, ഇത്രയും നാൾ നിങ്ങൾ ദുബായി പോയി കിടന്നിട്ട് എന്തുണ്ടായി? ആ ഒരു ചോദ്യം നിങ്ങൾ കേൾക്കണ്ടെങ്കിൽ ഇപ്പൊ ഇതൊക്കെ ചെയ്തിടുന്നത് തന്നെയാണ് ജീവിതത്തിൽ നല്ലത്. ഇവിടുന്ന് കാശ് നാട്ടിലേക്ക് അയക്കുമ്പോൾ ഒരു 5000 രൂപ അല്ലെങ്കിൽ 6000 രൂപയൊക്കെ ഒരു ചിട്ടിയിലേക്ക് അടയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ല ഒരു പ്രവാസിയെ സംബന്ധിച്ച്. തെറ്റുപറ്റിപ്പോയ ഒരുപാട് പ്രവാസികൾ ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് ഈ ബാച്ചലറായിട്ട് താമസിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, കാശില്ലാത്തവരെ ഈ ലോകത്തിന് ആവശ്യമില്ല. സത്യം പറഞ്ഞ തമിഴ്ന്ന് വീണ കാപ്പണം കൊണ്ട് പൊങ്ങിക്കൊള്ളണം. എനിക്ക് അതേ പറയാനുള്ളൂ. കാശുണ്ടെങ്കിലേ കാശുണ്ടാക്കാൻ പറ്റൂ. ചിട്ടിയോ വട്ടിയോ എന്ത് കൂടിയിട്ടാണെങ്കിലും ഫിനാൻഷ്യൽ ഫ്രീഡം ആയിരിക്കണം ഒരു വ്യക്തിയുടെ ഏറ്റവും അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞിട്ടുണ്ട്.